എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? എന്തു പറയാനാ അല്ലേ? പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എന്തോ ഒരു സുഖമാണെന്നറിയാവോ? അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്നൊരാളെ പരിചയപ്പെടുത്തി തരാം. ഇതാരാണെന്നറിയാവോ? നിങ്ങൾക്കറിയാവോ? എനിക്കില്ലേ പണ്ട് മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ഡോള് എന്ന് പറയുന്നത്. എൻ്റെ ചെറുതിലുള്ള ഒരു ഭയങ്കര വീക്ക്നെസ്സാണ് ഈ ഡോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ഡോള് എന്ന് പറയുന്നത്. ഇതിൻ്റെ കണ്ണൊക്കെ നോക്കിയാൽ എന്തൊരു ക്യൂട്ടാണ്. ഞാനിവിടെ ചൊട്ടയൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ നിങ്ങൾ ചൊട്ടയൊക്കെ കൊടുത്ത്. ഇത് ഞാൻ മംഗലാപുരത്ത് നിന്ന് പോയിട്ട് വരുന്ന സമയത്ത് വാങ്ങിയതാണ്. ഇതൊന്നുമല്ല എൻ്റെ അടുത്ത് ഉള്ളത്, കണ്ടോ ഇത് കണ്ടോ, ഒന്ന്, പിന്നെ ഇതാ രണ്ട്, പിന്നെ ഇവിടെ ഇങ്ങനെ തൂക്കി കിടക്കുന്നുണ്ട്, പിന്നെ ഇതിൻ്റെ മേലെയുണ്ട്, പിന്നെ ഇത് ഞങ്ങൾ രണ്ടാൾ. ഇങ്ങനെയുള്ള കുറേ ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് സുഹൃത്തുക്കളെ. ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ ഡോളിനെയൊക്കെ കാണുമ്പോൾ ആ ഒരു സന്തോഷമല്ലേ നമുക്ക്. എനിക്ക് ഭയങ്കര അധികം സന്തോഷമാണ്. പിന്നെ ഞാൻ ഈ ചെറുത് മുതലേ ഇങ്ങനെ ഡോളിനെ എടുത്തു വെക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളിനെ അമ്മ പറയും, കിട്ടിയ സാധനങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ലൊരിതുണ്ടാവും. അതായത് വണ്ണം വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കാണുമ്പോൾ ഭയങ്കര അധികം സന്തോഷമാണ് ഉണ്ടാകുക എന്നുള്ളത്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഇത് ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ. അതൊക്കെ അവിടെ വെക്കട്ടെ. ഇനി ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. അതായത് പിന്നെ ഞാനൊക്കെ ചെറുതിൽ പോകുന്ന സമയത്ത് ഈ നമുക്കൊരു മാവിൻ്റെ ചോട്ട് കണ്ടാലോ അല്ലെങ്കിൽ ഒരു പിന്നെ പേരക്കയുടെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ പറിച്ച് തിന്നണമെന്ന് തോന്നുന്ന ഭയങ്കര ആഗ്രഹം ഉണ്ടാവില്ലേ? അതുപോലെ ഞാനങ്ങ് വാശി പിടിക്കാറുണ്ട്. എല്ലാത്തിനും ഞാൻ വാശി പിടിക്കാറുണ്ട്. അപ്പോൾ അമ്മ എന്നോട് പറയും, ഇങ്ങനെ വാശി നല്ലതല്ല കുട്ടികളിൽ. അപ്പോൾ എൻ്റെ അനിയത്തിക്ക് അങ്ങനത്തെ വാശിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. എന്തും കിട്ടണം എന്നുള്ളത്. കാരണം ഞാൻ മത്സരിച്ചിട്ടാണെങ്കിലും ഞാനത് നേടിയെടുക്കും എന്നുള്ളൊരു ചിന്താഗതിക്കാരിയാണ് ഞാൻ. എപ്പോഴും അമ്മ പറയും, എൻ്റെ അമ്മ എല്ലാവരോടും പറയാം, എൻ്റെ 2 മക്കളെയും ഞാൻ ഒരാളെ ആണായിട്ടാണ് വളർത്തിയത് എന്നുള്ളത്. അത് എനിക്കാന്ന് കിട്ടിയത്. എന്താ ചെയ്യുക? എല്ലാവരും പറയും നീ പെണ്ണാവേണ്ടതല്ല ഒരാണാവേണ്ടതാണെന്ന്. കാരണം നാണായിട്ടുണ്ടെങ്കിൽ ഒരു ചില്ലിട്ട ഫോട്ടോ ഇങ്ങനെ ചുമരിൻ്റെ മേലെ വെക്കേണ്ടി വരുമായിരുന്നു. എന്താ, അതെ സത്യമാണ്. ഞാൻ പെണ്ണായതുകൊണ്ടാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. കാരണം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് നിങ്ങൾക്കറിയാലോ. കണ്ണൂരിനെ പോലെയുള്ള സ്ഥലങ്ങളിൽ, അതും CPM കോട്ടയിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. അത് എൻ്റെ വീട് ഒരുപാട് തവണ ആക്രമിച്ചതാണ്. പക്ഷേ അതൊന്നും നമുക്കൊരു അഹംഭാവമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയും മാത്രമേ ഉള്ളൂ. നാളെ കാണാം. ബൈ.